ചാലക്കുടിയിലെ ഷീല സണ്ണി, താൻ ചെയ്യാത്ത കുറ്റത്തിന് 72 ദിവസം ജയിൽ കിടന്ന സ്ത്രീ. അപ്പോൾ അവരുടെ കേസിലുള്ള അവരുടെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടെങ്കിലും ആ കേസ് വിശദമായി അന്വേഷിച്ചിരുന്നില്ല. അപ്പോൾ ആ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഷീല സണ്ണിയുടെ മൊഴിയെടുക്കും. വ്യാജ ലഹരി കേസിലാണ് ഇവരെ പിടിച്ച് ജയിലിലിട്ടത്. 72 ദിവസം അവിടെ ജയിലിൽ, അവരുടെ ജീവിതത്തിന് ഏറ്റവും പ്രഷ്യസായ 72 ദിവസം ജയിലിൽ കാരാഗ്രഹത്തിൽ തകർന്നുപോയി. പ്രത്യേക അന്വേഷണ സംഘമാണ് ഷീല സണ്ണിയുടെ മൊഴിയെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നേരിട്ടറിയാവുന്ന സൂരജ് സജി തത്സമയം മോർണിംഗ് ഷോയിൽ ചേർന്നു. സൂരജ്, ഗുഡ് മോർണിംഗ്. പറയൂ സൂരജ്. ഗുഡ് മോർണിംഗ്. 72 ദിവസം ജയിലിൽ കഴിയേണ്ടി വന്ന ഷീല സണ്ണിയുടെ കേസിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഷീല സണ്ണിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. ഇന്ന് വീട്ടിലെത്തി 10 മണിയോടുകൂടി പ്രത്യേക അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തും. ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള നാരായണദാസിനെ ഇതുവരെയും പിടികൂടാൻ സാധിച്ചിരുന്നില്ല. ഇതോടുകൂടിയാണ് ഈ പോലീസിനെ തന്നെ ഈ കേസ് ഏൽപ്പിക്കുന്നു, പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്തത്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ഷീല സണ്ണിയുടെ ബന്ധുക്കളുടെ മൊഴി അടക്കം രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഷീല സണ്ണിയുടെ കൂടി മൊഴി രേഖപ്പെടുത്തുന്നത്. അന്ന് വ്യാജ LSD സ്റ്റാമ്പുകൾ വെച്ചുകൊണ്ടായിരുന്നു ഷീല സണ്ണിയെ ഈ എക്സൈസ് പിടികൂടുന്നത്. ആ സ്റ്റാമ്പ് വെച്ചത് ഈ നാരായണദാസിന്റെ സഹായത്തോടു കൂടി ഷീല സണ്ണിയുടെ ബന്ധുവാണ് എന്നുള്ളതുമാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ നാരായണദാസിനെ ഉൾപ്പെടെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. അതിന്റെ പ്രാഥമിക നടപടി എന്ന നിലയിലാണ് ഷീല സണ്ണിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. ഇന്ന് ഷീല സണ്ണിയുടെ വീട്ടിലെത്തി 10 മണിയോടുകൂടി പ്രത്യേക അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തും. SK.